കേരളത്തിന്റെ തറിയൊച്ചകൾ താളം പിടിക്കുന്ന മണ്ണ്, പാരമ്പര്യവും പ്രൗഢിയും ഇടചേർന്നെത്തുന്ന കുത്താമ്പുള്ളി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ നെയ്ത്തുഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ മറ്റൊരു പേരായി മാറിയൊരിടം. രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, തിരുവില്ലാമല, കുത്താമ്പുള്ളി. സംസ്ഥാന കാർഷികോത്തമ അവാർഡ് തിരുവില്ലാമല സ്വദേശി രാജനാരായണന്. സംസ്ഥാന കർഷകോത്തമ അവാർഡ് തിരുവില്ലാമല സ്വദേശി രാജനാരായണന്. 2026 കേരള സംസ്ഥാന സർക്കാരിന്റെ CB കല്ലിങ്കൽ കർഷകോത്തമ അവാർഡിന് തിരുവില്ലാമല ഉരുളാശ്ശേരി വെങ്കിട്ട നിവാസിൽ രാജനാരായണൻ അർഹനായി. വളരെ സന്തോഷം. ഇനി മുമ്പോട്ടുള്ള കൃഷി ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഞാൻ പല സ്ഥലത്തായിട്ട് എൻ്റെ സ്ഥലം കിടക്കുന്നത്. ഇത് 16 ഏക്കർ പ്ലോട്ടാണ്. ഇതിൽ ഏകദേശം 600ഓളം തെങ്ങ്, 5000 കവുങ്ങ്, പിന്നെ ഏകദേശം 3200 നേന്ത്രവാഴ, പിന്നെ കുറച്ച് ജാതി, കുരുമുളക്, പിന്നെ കുറച്ച് വാഴയുണ്ട്. അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റായിട്ട് വേറെ കുറച്ച് വാഴയുണ്ട്. മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് വാഴ. പക്ഷേ നമ്മൾ മൊത്തം മെഷീനറിയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, അതിൽ തന്നെ ഓട്ടോമേഷൻ, വളപ്രയോഗം വെച്ച് എല്ലാം ഓട്ടോമേഷൻ, മൊത്തം ഡ്രിപ്പ് ഇറിഗേഷൻ, ഓട്ടോമേഷൻ. അത് പണിച്ചെലവ് വളരെ കുറയ്ക്കാൻ പറ്റും. നേന്ത്രവാഴ ഇക്കൊല്ലം വന്നിട്ടൊരു 16,000-ന്റെ അടുത്താണ്. പ്രീ ഡിഗ്രി പഠനകാലം മുതൽ കാർഷിക രംഗത്ത് സജീവമായ രാജനാരായണനെ തേടിയെത്തുന്ന രണ്ടാമത്തെ സംസ്ഥാന അവാർഡാണിത്. മുൻപ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവ കർഷക അവാർഡും കേന്ദ്ര സർക്കാരിന്റെ ജഗ്ജീവൻ റാം അവാർഡും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. മൊത്തം 70 ഏക്കറിലാണ് രാജനാരായണന്റെ കൃഷി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ 17 ഏക്കർ സ്വന്തം ഭൂമിയും 53 ഏക്കർ പാട്ടത്തിനെടുത്തതുമാണ്. 30 ഏക്കറിലായി 15,000-ഓളം നേന്ത്രവാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിവിധ തരം പച്ചക്കറികൾ, തെങ്ങ്, കവുങ്ങ്, ജാതി എന്നിവയ്ക്ക് പുറമെ 30ഓളം വൈവിധ്യമാർന്ന മാവുകളും ഇദ്ദേഹം പരിപാലിക്കുന്നു. പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തു തുടങ്ങിയ രാജനാരായണൻ ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഏകോപിപ്പിച്ചാണ് കൃഷി ലാഭകരമാക്കുന്നത്. വിളകൾക്ക് ആവശ്യമായ വെള്ളവും വളവും ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം മൂലം ഉൽപാദന ചെലവ് വൻതോതിൽ കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. പരമ്പരാഗത രീതിയിൽ ഒരു നേന്ത്രവാഴ കൃഷി ചെയ്യാൻ 300 രൂപയോളം ചെലവ് വരുമ്പോൾ ആധുനിക രീതിയിലുള്ള ഇത് കേവലം 80 രൂപയായി കുറയ്ക്കാൻ രാജനാരായണന് കഴിഞ്ഞു. നമ്മളൊരു പ്ലാന്റിന് വളം എങ്ങനെയാണ് തീരുമാനിക്കുക? അത് NPK റേഷ്യോസ് ആണ്. NPK 16 മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമുക്കൊരു പ്ലാന്റിന് എന്തൊക്കെ വളം വേണം അത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാം. ഏതൊക്കെ ഡെഫിഷ്യൻസി ഏതൊക്കെ, അതൊരു നമുക്കൊരു സോയിൽ സാമ്പിളിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് റിസൾട്ട് കിട്ടും. അതനുസരിച്ച് വേണം ചെയ്യാൻ. ഫസ്റ്റ് നമുക്ക് pH വാല്യൂ, ഒരു മണ്ണിൻ്റെ അസിഡിക് ആണോ ആൽക്കലൈൻ ആണെന്ന് നോക്കിയിട്ട് ഫസ്റ്റ് അതെടുക്കുക. എന്താ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്കൊരു പ്ലാന്റിന് എന്താ വേണ്ടത്. അപ്പോൾ ഒരു തെങ്ങിനും ഒരു കവുങ്ങിനും എല്ലാവരും ഡിഫറെൻറ്റ് പോർഷൻസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. ന്യൂട്രിയൻ്റ് അപ്ടേക്സ് വരിക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് കൃത്യമായ അളവിൽ മാത്രം കൊടുത്തുകൊണ്ടും ആണ് ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് വളം മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് ലീച്ച് ചെയ്തിട്ട് നമ്മുടെ മണ്ണിനെ നാശാക്കും. അതിലുള്ള മൈക്രോബ്സ്, നമ്മുടെ ജീവാണുക്കളെ മൊത്തം നശിപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഇതേമാതിരി ചെയ്യുമ്പോൾ മണ്ണിൽ ഓർഗാനിക് കോമ്പണൻസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ലീച്ച് ചെയ്ത് പോകും. അതനുസരിച്ച് കൃത്യമായി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വേണ്ട വെള്ളം കൃത്യസമയത്ത് വേണ്ട മാക്സിമം ലോ വെള്ളം, അതിന് എത്ര വെള്ളം വേണോ അതനുസരിച്ച് കൊടുത്തിട്ടാണ് ഓരോ കൃഷി ചെയ്യുന്നത്. അതിന് അഡ്വാൻസ് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതി, എല്ലാം കുറച്ച് നമുക്ക് പണിക്കൂലി കുറവ്, കുറച്ച് വളങ്ങൾ എല്ലാം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഭാര്യ ദീപ, മക്കളായ പ്രണവ്, പവിത്ര, സഹോദരങ്ങളായ രാമചന്ദ്രൻ, ഹരിഹരൻ, അമ്മ അലമേലു അമ്മ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് രാജനാരായണൻ പറയുന്നു. സംസ്ഥാന സർക്കാരിൽ അംഗീകാരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്നും കൃഷിയെ ലാഭകരമായ വ്യവസായമാക്കി മാറ്റാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി യുവതലമുറ ഈ രംഗത്തേക്ക് കടന്നുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.